ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകനായ എ ജി ജോർജ് കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ എ ജി ജോർജ്, ഈ കേസിൽ ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് 90 ദിവസം കഴിഞ്ഞ് അറസ്റ്റിലായി 90 ദിവസം കഴിഞ്ഞതോടെയാണ് ഈ മുരാരി ബാബുവിന് ജാമ്യം ലഭിച്ചിട്ടുള്ളത്. മറ്റുള്ളവർക്കൊന്നും ജാമ്യം ലഭിച്ചിട്ടില്ല. ഇതിന്റെ അർത്ഥം ഈ കേസ് നടപടികൾ ഒക്കെ ഇനിയും പുരോഗമിക്കും എന്ന് തന്നെയാണ്. ഈ കേസിന്റെ ഇപ്പോഴത്തെ അവസ്ഥ മനസ്സിലാക്കുമ്പോൾ പ്രോസിക്യൂഷന്റെ ഭാഗം ദുർബലമാകുന്നു എന്ന് സംശയിച്ചാൽ അങ്ങനെ സംശയിക്കുന്നവരെ നമുക്ക് കുറ്റപ്പെടുത്താനാവില്ല. കാരണം ഇപ്പോൾ അറസ്റ്റിലായിരുന്ന ഇത്രയും ദിവസങ്ങൾ ജയിലിൽ കിടന്ന മുരാരി ബാബു ആദ്യമായി പുറത്തിറങ്ങി കഴിഞ്ഞു. സാങ്കേതികമായി ഇന്നലെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും ഒരു കേസിൽ ജാമ്യം കിട്ടിയതാണ്. മറ്റൊരു കേസ് അദ്ദേഹത്തിന്റെ പേരിൽ ഉള്ളത് കൊണ്ടാണ് അയാൾ ഇപ്പോഴും ജയിലിൽ തുടരുന്നത്. അപ്പോൾ ഇതൊക്കെ നൽകുന്ന സൂചന എന്താണ്? സാങ്കേതികമായി നിയമപരമായി നേരത്തെ തന്നെ ചർച്ച ചെയ്യുകയാണ്. 90 ദിവസത്തിനകം കുറ്റപത്രം സമർപ്പിക്കുന്നില്ലെങ്കിൽ ജാമ്യം കിട്ടാൻ പ്രതികൾക്ക് അവകാശമുണ്ട് എന്നുള്ള ഒരു തത്വം നിലനിൽക്കുന്നിടത്തോളം കാലം പ്രോസിക്യൂഷൻ ഇക്കാര്യത്തിൽ കാലതാമസം വരുത്തി കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ കസ്റ്റഡിയിലുള്ള ആളുകൾ ഓരോന്നോരോന്നായി പുറത്തിറങ്ങുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇതേതാണ്ട് ഈ SITയുടെ അന്വേഷണം ഒരിടത്തും എത്തി നിൽക്കുന്ന ലക്ഷണം കാണുന്നില്ല. അനന്തമായി നീണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ ഈ കേസിന്റെ അവസാന ഘട്ടം എങ്ങനെയായി തീരുമെന്നൊക്കെ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം തെളിവുകൾ മുഴുവൻ ഒന്നും ശേഖരിച്ചു കഴിഞ്ഞിട്ടില്ല. നേരത്തെ പറഞ്ഞു കിലോ കണക്കിന് സ്വർണം, കിൻഡല് കണക്കിന് സ്വർണം നഷ്ടപ്പെട്ടിട്ട് അവിടെയും ഇവിടെയൊക്കെ 10 ഗ്രാം 100 ഗ്രാം ഒക്കെ തിരിച്ചു കിട്ടിയിട്ടുള്ളൂ. ഈ പ്ലാറ്റ്ഫോമിൽ ഞാൻ തന്നെ നിരവധി പ്രാവശ്യം പറഞ്ഞതാണ്, ശബരിമലയിൽ നിന്ന് നഷ്ടപ്പെട്ട സ്വർണം ഒരു കാരണവശാലും അതേ രൂപത്തിൽ തിരിച്ചെടുക്കാൻ ഇനിയും സാധ്യമല്ല. കാരണം ഇത് മോഷ്ടിച്ച ആളുകൾ എല്ലാവരെക്കാളും ബുദ്ധിമാന്മാരായതുകൊണ്ട് അതിന്റെ രൂപമാറ്റം വരുത്തിയിട്ടുണ്ട്. അത് ഉരുക്കി ഉപകരണങ്ങളാക്കിയിട്ടുണ്ട്, ആഭരണങ്ങളാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും ഈ ഒരു പ്രത്യേകമായിട്ടുള്ള മൂല്യമുള്ള അയ്യപ്പന്റെ സന്നിധിയിൽ നേർച്ചയായി സമർപ്പിച്ച സ്വർണം ഒരിക്കലും മടങ്ങി വരാൻ പോകുന്നില്ല എന്നത് കേവലമായിട്ടുള്ള ഒരു യാഥാർത്ഥ്യമാണ്. ആ ഒരു കാര്യത്തിലാണ് യഥാർത്ഥത്തിൽ കോടിക്കണക്കിന് അയ്യപ്പ വിശ്വാസികൾ വൈകാരികമായി ഇതിനോട് പ്രതികരിക്കുന്നത്. അവർ ഭഗവാന് സമർപ്പിച്ചതായിട്ടുള്ള സ്വർണം മോഷ്ടാക്കൾ കൊണ്ടുപോയി ആഭരണങ്ങളാക്കി രാജ്യം കടത്തി വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എവിടെയാണ് അവരുടെ നേർച്ചയുടെ ഒരു സാഫല്യം അവർക്കുണ്ടാവുക? അതൊരു വൈകാരിക അംശം. ഇപ്പോൾ കേൾക്കുന്ന ഈ ജാമ്യത്തെ കുറിച്ച് പറയുമ്പോൾ പ്രോസിക്യൂഷന്റെ പരാജയമാണ് എപ്പോഴും പ്രതികൾക്ക് ജാമ്യം കിട്ടുന്നതിന്റെ അടിസ്ഥാന കാരണം. കൂട്ടത്തിൽ ഈ പറഞ്ഞതുപോലെ തക്ക സമയത്ത് കുറ്റപത്രം സമർപ്പിക്കാൻ അവർക്ക് കഴിയാതെ പോകുന്നു. അത് ബോധപൂർവമാണോ അതോ അന്വേഷണത്തിന്റെ രീതി കൊണ്ടാണോ എന്നൊക്കെ SIT ആണ് മറുപടി പറയേണ്ടത്. ഇനി ക്രമേണ ഇപ്പോൾ N വാസുവും അതുപോലെ അൽപകുമാറും ഒക്കെ ജാമ്യാപേക്ഷയുമായി ഇനിയും കോടതികളുടെ മുൻപിൽ നിൽക്കുകയാണ്. അവർക്കും ജാമ്യം കിട്ടുകയാണെങ്കിൽ പിന്നീട് ഈ കേസിന്റെ ഗതി എന്താകുമെന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതായിട്ട് വരും. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇനിയും ആളുകളുടെ മുഴുവൻ ശ്രദ്ധ തെരഞ്ഞെടുപ്പിലേക്കാണ്. 3-4 മാസങ്ങൾ കൂടി കഴിയുമ്പോൾ ഈ ഗവൺമെന്റ് കാലാവധി പൂർത്തിയാക്കും. പുതിയൊരു ഗവൺമെന്റ് അധികാരത്തിൽ വരും. അപ്പോൾ ഈ SIT കമ്മീഷനുള്ള ഉദ്യോഗസ്ഥന്മാരുടെ ഭാവി എന്താകും? കാരണം ആ ഉദ്യോഗസ്ഥന്മാരെല്ലാം സംസ്ഥാന സർക്കാരിന്റെ ഉദ്യോഗസ്ഥരാണല്ലോ. ഹൈക്കോടതിയുടെ മേൽനോട്ടം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ മുരാരി ബാബുവിന് കിട്ടിയ ജാമ്യം നൽകുന്ന സൂചന ഈ കേസ് നീണ്ടുപോവുകയും അതോടൊപ്പം തന്നെ ക്രമേണ ദുർബലമായി ഇപ്പോൾ ജയിലിൽ കിടക്കുന്ന പ്രതികൾ ഒന്നിനു പുറകെ ഒന്നായി പുറത്തിറങ്ങുകയും ചെയ്യും. അതിന് എന്തെങ്കിലും തരത്തിൽ മറുപടി ചെയ്യാൻ കഴിയുന്നത് SITക്കാണ്. SITയുടെ നീക്കങ്ങളും അവരുടെ പ്രതികരണങ്ങളുമാണ് ഇപ്പോൾ നമ്മൾ ജിജ്ഞാസയോടുകൂടെ കാത്തിരിക്കുന്നു. ശരി, വളരെയധികം നന്ദി ശ്രീ എ ജി ജോർജ് ഒരു ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.